സ്നേഹമായി സകലം നൽകുവാൻ മുറിയാൻ സമയമായി അൾത്താരയിൽ അനുതാപമായി അൾത്താരയിൽ അനുതാപമായി സകലമേകുന്നിതാ ബലിയായി തീരുവാൻ അണയാം സ്നേഹമായി സകലം നൽകുവാൻ മുറിയാൻ സമയമായി ആദ്യ ബലി പോലേകിടാം നിർമ്മലമായി ദിനം അന്ത്യബലി പോലേകിടാം അങ്ങിലൊന്നായി ചേരുവാൻ ആദ്യ ബലി പോലേകിടാം നിർമ്മലമായി ദിനം അന്ത്യബലി പോലേകിടാം അങ്ങിലൊന്നായി ചേരുവാൻ ബലിയായി തീരുവാൻ അണയാം സ്നേഹമായി സകലം നൽകുവാൻ മുറിയാൻ സമയമായി Thanksgiving Mass, Georgian and family. Mass for the souls of Binu Joseph, Dr. K.M. Rajan. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം അവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയണച്ചിടാം അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നൽകിയിരിക്കുന്നു. മാലാഖന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച ശ്ലീഹന്മാരുടെ ഓർമ്മയെ ആചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും ആരം സ്തുത്യനുമെന്നും. നാഥ നിന്റെ വിശുദ്ധന്മാർ നിതരാം നിന്നെ വണങ്ങുന്നു. നിൻ രാജ്യത്തിൻ മഹിമയതും വർണ്ണിച്ചിടും നന്ദിയോടെ. നിൻ കരവൈഭവമവരെല്ലാം പറഞ്ഞു നമിച്ചിടും. നിൻ ചെയ്തികളും മഹിമകളും മധ്യരെ നിത്യവും അറിയിക്കും. നീതി പുലർത്തും മാനവരെ കർത്താവെന്നും സ്നേഹിപ്പൂ. അഗതികളെ അവ അലിവോടെ നിത്യം കാത്തരുളിയിടുന്നു. വിധവകളെയും അനാഥരെയും ദൈവം തീറ്റി പോറ്റുന്നു. ദുഷ്ടജനത്തിൻ മാർഗമവൻ നിശിതം തട്ടി നശിപ്പിക്കും. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. താതനുമതുപോലാത്മജനം ൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽ
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം നാമത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അനുഗ്രഹിക്കട്ടെ. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സഹോദരരെ, നിങ്ങളെല്ലാവരും ഒരേ കാര്യം സംസാരിക്കുകയും നിങ്ങളിൽ ഭിന്നതയില്ലാതിരിക്കുകയും ചെയ്യട്ടെ. മനസ്സിലും ചിന്തയിലും ഐക്യപ്പെടണമെന്ന് നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാരണം എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടെന്ന് ക്ലോയയുടെ കുടുംബാംഗങ്ങൾ മുഖാന്തരം നിങ്ങളെപ്പറ്റി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളയുടേതാണ്, ഞാൻ കേഫായുടേതാണ്, ഞാൻ മിശിഹായുടേതാണ് എന്ന് പറയുന്നതിനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിശിഹ വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അല്ലെങ്കിൽ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ മാമോദിസ സ്വീകരിച്ചത്? ക്രിസ്പോസിനും ഗായൂസിനും ഒഴികെ നിങ്ങളിൽ ആർക്കും ഞാൻ മാമോദിസ നൽകിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ചു എന്ന് പറയുവാൻ നിങ്ങളിൽ ആർക്കും സാധിക്കില്ല. എസ്തഫാനോസിന്റെ കുടുംബത്തിനും ഞാൻ മാമോദിസ നൽകിയിട്ടുണ്ട്, അല്ലാതെ മറ്റാർക്കും ഞാൻ മാമോദിസ നൽകിയതായി എനിക്കറിയില്ല. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. വിശ്വാസികളെ കേൾപ്പിൻ,
സൗഖ്യവുമുയരും പകരും മൊഴികൾ മോതാൽ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേകി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സത്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. വിത്തുവിതയ്ക്കും നാഥൻ തിരുവചനത്തിൽ വിത്തുവിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സുജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, കഴിഞ്ഞ ഞായറാഴ്ച എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു വിശ്വാസത്തിൽ, ക്രിസ്തു കാണിച്ചു തന്ന ക്രിസ്തു മാർഗത്തിൽ നടക്കണം എന്നതിന് പ്രധാനമായും നമ്മൾ കുറേയേറെ ചരിത്രത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ തന്നെ സംസ്കാരത്തിൽ നിന്നുമൊക്കെ, ലോക സംസ്കാരത്തിൽ നിന്നുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ലോക സംസ്കാരങ്ങൾ എടുത്തു പഠിച്ചാൽ അതിലേറ്റവും പുരാതനമായത് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരമാണെന്നും അതിൽ നിന്നുമാണ് ക്രൈസ്തവന്റെ ഈ ഒരു രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അതിപുരാതനമായ രീതിയിൽ ദൈവം വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ ലോകത്തിൽ ഇന്ന് വരെ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു സംസ്കാരത്തിൽ നിന്ന് വരികയും അത് പല രീതിയിൽ ഇന്ന് കാണുന്ന പല വികസനങ്ങൾക്കും അതടിസ്ഥാനമിടുന്ന രീതിയിൽ തന്നെയായിരുന്നു വിദ്യാഭ്യാസ, എഴുത്തിൻ്റെ രീതിയിലും അതുപോലെ തന്നെ സിറ്റി ടൗൺ ഡെവലപ്മെൻറ്റ് ആ രീതിയിലുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയതും ജൂഡിയോ ക്രിസ്ത്യൻ ആ ഒരു വേൾഡ് വ്യൂ ഈസ് റൂട്ടഡ് ഇൻ ദ മോസ്റ്റ് ഏൻഷ്യൻ ഹ്യൂമൻ സിവിലൈസേഷൻ, വേൾഡ് സിവിലൈസേഷൻ, ദാറ്റ് ഈസ് മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ലോകത്തിലെ ഓരോ സംസ്കാരങ്ങൾ ഉടലെടുക്കുമ്പോൾ, ഓരോ നദീതട സംസ്കാരങ്ങൾ ഉടലെടുക്കുമ്പോൾ അവിടെ ഓരോ വിശ്വാസവും അവിടെ വളർന്നു വന്നിരുന്നു. അതൊക്കെ ഇന്ന് നമ്മൾ ഒരു ട്രൈബൽ ഗോഡ് എന്ന് പറയുന്ന രീതിയിലോ ട്രൈബൽ റിലീജിയൻ എന്ന് വിളിക്കുന്ന രീതിയിലോ ഒക്കെ വളർന്നു വന്നതാണ്. മനുഷ്യന് ചിന്തിക്കാൻ ഉള്ള കഴിവ് ദൈവം കൊടുത്തതുകൊണ്ട് മരണത്തിനുമപ്പുറം ജീവിതമുണ്ട് എന്നും അത് ഈ ലോകത്തെയും ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട് എന്നും അവന് ലഭിച്ചിട്ടുള്ള അവൻ്റെ റാഷണാലിറ്റി, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് ഇന്നും ഈ ലോകത്തിലുള്ളവരും ഇപ്രകാരം വ്യക്തമായിട്ട് വെളിവാക്കാത്ത അല്ലെങ്കിൽ വെളിപാടുകൾ വിശ്വസിക്കാത്തവർ പോലും ഒരു അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. മനുഷ്യൻ മാനുഷികമായി ചിന്തിക്കുമ്പോൾ പോലും ഇതിനും അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തെ മനസ്സിലാക്കുവാനുള്ള ശ്രമമാണ് ഈ ലോക ജീവിതമെന്നും ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും മുഴുവൻ പിടിച്ചു നിർത്തുന്നതും എൻ്റെ ജീവിതത്തെ പോലും ഇടപെടാനുള്ള ആ ഒരു വലിയ ശക്തി, അതിനെയും കൂടെ മനസ്സിലാക്കണമെന്നുമുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ
ഓരോ സംസ്കാരങ്ങളും ഓരോ വേൾഡ് വ്യൂ അതിനെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വേൾഡ് വ്യൂകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതെല്ലാം ബഹുദൈവ വിശ്വാസത്തിൽ കേന്ദ്രീകരിച്ചതായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ പലതും നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും മനുഷ്യന് കുറച്ചുകൂടെ റാഷണലി ചിന്തിക്കുമ്പോൾ ശരിയാകുന്നതും വീണ്ടും ലോജിക്കലി ചിന്തിക്കുമ്പോഴും നമുക്ക് അടിസ്ഥാനമിടാനായിട്ട് സാധിക്കുന്നതും അതും ആദ്യത്തെ ഏകദൈവ വിശ്വാസം, അതും നമ്മൾ കാണുന്നത് ജൂഡയോ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിലാണ്. അത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് അപ്രകാരം ഈ ഒരു നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇപ്രകാരം ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ ഓരോ വേൾഡ് വ്യൂവിനെ എടുത്തുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോഴും അതിലും വ്യത്യാസമുണ്ട്. ഒരു വേൾഡ് വ്യൂ എന്നോ അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ഭാഷയിൽ റിലീജിയൻ എന്നറിയപ്പെടുന്ന ആ ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷന് അതിനെയും പല രീതിയിൽ അതിനെ കാണാം. വിശ്വാസമുള്ളതുണ്ട്, വിശ്വാസമില്ലാത്തതുണ്ട്. ബഹുദൈവ വിശ്വാസമുള്ളതുണ്ട്, ഏകദൈവ വിശ്വാസമുള്ളതുണ്ട്. ഏകദൈവ വിശ്വാസത്തിന് ചരിത്രപരമായി വ്യത്യാസമുള്ളതും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. Christianity has got an upper hand in all the world religions based on all these three reasons. ഈ മൂന്ന് കാര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ മാർഗത്തിന് കുറച്ചുകൂടെ ഒരു പ്രാധാന്യമുണ്ട്. അതിന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യവുമാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും. ഈ ഒരു എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മാർഗത്തിന്, ക്രിസ്തു നൽകിയ ആ ഒരു വചനങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്ന സമൂഹത്തിന് എന്താണ് പ്രത്യേകതയുള്ളത്? എല്ലാവരുടെയും മനസ്സിലോട്ട് ആദ്യമേ കടന്നു വരുന്ന ഒരു കാര്യം യേശുക്രിസ്തു മാത്രമേ മരണത്തെ അതിജീവിച്ച് ഉദ്ധിതനായുള്ളൂ എന്നുള്ളതാണ് ആദ്യം വരിക. Only Jesus is risen from the dead, so he is Lord ultimately. Nobody else can be given this title because nobody has come out of death. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയൊക്കെ ഉണ്ട്. ഗാന്ധിജി ഇന്നും ഗോഡ്സെയുടെ വെടിയുണ്ടയിൽ കിടക്കുന്നു, പക്ഷേ യേശുവോ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതാണ് ഒരു സാധാരണക്കാരന്റെ ബോധ്യത്തിൽ നിന്ന് പോലും, ഒരു വിശ്വാസിയല്ലാത്ത മനുഷ്യൻ പോലും ലോക ചരിത്രം പോലും പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലോട്ട് കടന്നു വരുന്ന ഏക ആശയം ഇത് തന്നെയാണ്. ലോക ചരിത്രത്തെ ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായി യേശുക്രിസ്തു ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ മരണത്തെ അതിജീവിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണം. അതാണ് ഒരു സാധാരണ ക്രിസ്ത്യാനി എന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലോട്ട് ആദ്യം വരുന്ന ഒരു ഉത്തരമായിട്ട് വരുന്ന ഇതാണ്: യേശുക്രിസ്തു മറ്റെല്ലാ മഹാന്മാരുടെ കൂടെ എടുത്തു നോക്കിയാലും, മറ്റെല്ലാ ലോക ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ എടുത്തു നോക്കിയാലും ഒക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന് മറ്റാർക്കും അവകാശപ്പെടാത്ത ഒരു കാര്യം ഉള്ളത്, അത് യേശുവിൻ്റെ ഉത്ഥാനമാണ്. അത് നമ്മുടെ വിശ്വാസപരമായ രീതിയിലും അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു 10 evidences ഫോർ ദ റിസറക്ഷൻ ഓഫ് ജീസസ്, അത് ബൈബിളിൽ നിന്നും മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ റൈറ്റേഴ്സിൻ്റെ പക്കൽ നിന്നും വീണ്ടും ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നും അതുപോലെ തന്നെ ചരിത്രകാരന്മാരിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ അതിനെ തെളിയിക്കാവുന്നതുമാണ്. അന്ന് ഇരുന്ന അല്ലെങ്കിൽ എന്തൊക്കെയുള്ള ചിന്താഗതിയിൽ നിന്നുമൊക്കെ നമുക്ക് ആ ഒരു യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കതിനെ there are evidences, not proof but evidences. അതാണ് ഒന്നാമത്തേതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് യേശു കാണിച്ചു തന്ന മാർഗത്തിന് മറ്റാർക്കും അവകാശപ്പെടാത്ത ഒരു വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രിസ്ത്യാനി എന്ന രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അഭിമാനിക്കേണ്ടത്. എന്നാൽ ഇതിലൊക്കെ അപ്പുറമായിട്ട് സാധാരണ എല്ലാ വേൾഡ് വ്യൂവിനെ കുറിച്ചും പഠിക്കുന്ന വലിയ പണ്ഡിതന്മാർ, വലിയ ശാസ്ത്രജ്ഞന്മാർ, ഇവർ നൽകിയ ഉത്തരമാണ് ഒന്നും കൂടെ നമ്മളെ കൺവിൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ളൊരു ഉത്തരമുണ്ട്. അതാണ് ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ 2 വ്യക്തികളെ ഞാൻ എടുക്കുന്നത്, ഒന്ന് ഒരു നിരീശ്വരവാദിയായി ഏതാണ്ട് ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ജീവിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി അറിയപ്പെടുന്ന, ലിറ്ററേച്ചറിലും അതുപോലെ തന്നെ ഫിലോസഫിയിലും ഒക്കെ പ്രൊഫസറായിരുന്ന C.S. ലൂയിസ്.
C.S. ലൂയിസിനെ നിങ്ങൾ നിങ്ങളുടെ അറിയാവുന്ന ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾ അടിച്ചു നോക്കുക. അദ്ദേഹം ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇപ്രകാരം ദൈവമൊന്നുമില്ല, ദൈവമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ഇങ്ങനെയുള്ള ചിന്തകളിൽ നടന്ന അവസാനം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെതായ വായനയിലൂടെയും അദ്ദേഹത്തിൻ്റെതായ അനുഭവത്തിലൂടെയും ദൈവം കൊടുത്ത ആ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇപ്രകാരം ചിന്തിച്ച് കണ്ടെത്തിയ ദൈവമാണ് യേശുക്രിസ്തു. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം പ്രധാനമായിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇന്നും ഇപ്പോഴും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ നല്ല അറിയപ്പെട്ട ഒരു മാത്തമാറ്റീഷ്യനും അതുപോലെ തന്നെ ഫിലോസഫി ഓഫ് സയൻസിൽ പ്രൊഫസറുമായിട്ടുള്ള ജോൺ ലെനക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം അയർലൻഡുകാരനാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റീഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം റിട്ടയറായി ഇപ്പോൾ വചന ശുശ്രൂഷയുമായി നടക്കുന്നയാൾ. ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് അപ്പോൾ ഇവർ പലരും പല കോളേജുകളിൽ പോയിട്ട് ലെക്ചർ കൊടുക്കും, പല കോളേജുകളിലും ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് പറയും, അപ്പോളജറ്റിക്കൽ വർക്കുമായിട്ട് പോകും. ഇപ്പോഴൊക്കെ ഇവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇതാണ്, വി ആർ ലിവിങ് ഇൻ ദിസ് പ്ലൂറാലിറ്റി ഓഫ് റിലീജിയൻസ്, മൾട്ടി റിലീജിയൻസ്. എന്തിനാണ് പിന്നെ ഈ ഒരു മതത്തെ മാത്രം പൊക്കി പിടിക്കുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, നിങ്ങൾ റാഷണലിസ്റ്റാണ്, നിങ്ങൾക്ക് ആർഗ്യുമെന്റ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഓക്കെ, യു ക്യാൻ സേ ദർ ഇസ് എ ഗോഡ്, ദർ ഇസ് വൺ ഗോഡ് and there are many paths to reach that God. Why you are holding on this particular world view that is called Christianity? അപ്പോൾ ഇവർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എല്ലാ റിലീജിയനും എടുത്ത് പഠിച്ചിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, എല്ലാ വേൾഡ് വ്യൂ, അവർ ഉപയോഗിക്കുന്ന വാക്ക് വേൾഡ് വ്യൂ തന്നെയാണ്. ഇവർ അണുവിട ഇതുവരെ മാറിയിട്ടില്ല. ഇത്രമാത്രം ബുദ്ധിയുള്ളവർ, അല്ലാതെ ഇവർ ആരും ഒരു പുസ്തകവും വായിക്കാത്ത, ഒരു പുസ്തകം എഴുതാത്തവരോ അല്ലെങ്കിൽ വേറെ ഒരു അക്കാഡമിക് ഡിഗ്രിയും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റാത്തവരോ ഒന്നുമല്ല. ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസന്മാർ എന്ന് അറിയപ്പെടുന്ന വ്യക്തികളാണ്. ഇവർ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ വേൾഡ് വ്യൂവും എടുക്കുക, എന്നിട്ട് നിങ്ങളതിനെ പഠിക്കുക. അവരതിനോട് ഉപമിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് നിങ്ങൾക്ക് പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം you have to go and appear for the entrance exam. No professor can guarantee you the admission over there. കാരണം നിങ്ങളുടെ പെർഫോമൻസ് ആണ് അവിടെ ഇതിനെ ബാധിക്കുന്നത്. ഞാൻ പറയുന്നത് നേരിട്ട് നല്ല രീതിയിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. അവിടെ നിങ്ങൾ എഴുതിയതിനനുസരിച്ച് മാർക്ക് കിട്ടും, നിങ്ങൾ പഠിച്ചതനുസരിച്ച് മാർക്ക് കിട്ടും, നിങ്ങളുടെ കഴിവനുസരിച്ച് മാർക്ക് കിട്ടും, അക്കോർഡിംഗ് ടു യുവർ മെറിറ്റ്സ് ആൻഡ് പെർഫോമൻസ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഫസറിനും അവിടെ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അൺലെസ് ദ റിസൾട്ട് ഈസ് ഔട്ട്. റിസൾട്ട് അറിയാതെ ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഓരോ വേൾഡ് വ്യൂവും എടുത്ത് നിങ്ങൾ പഠിക്കുക. ഏതെങ്കിലും ഒരു വേൾഡ് വ്യൂ നിങ്ങളോട് പറയുന്നുണ്ടോ, നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്തെത്താം, നിങ്ങൾ പാപത്തെയെല്ലാം വെറുത്തുപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്തെത്താം. ഒരു പാപിക്കെങ്കിലും നേരിട്ട് ദൈവത്തിൻ്റെ അടുത്തെത്താൻ ഈ ക്രിസ്ത്യാനിറ്റി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വേൾഡ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ഈശോ പറയുന്നത് എന്താണ്? See, on the time of without the entrance exam, if you are there before God with repentance, you are past. നിന്റെ വിശ്വാസപരമായ ജീവിതത്തിലും നീ ഏതൊക്കെ 7 നദിയിലും അല്ലെങ്കിൽ 7 കടലിലും നീ കുളിച്ചു കയറിയാലും, നിന്റെ പാപക്കറകൾ ഏതൊക്കെ സമുദ്രത്തിൽ പോയി കഴുകിക്കളഞ്ഞാലും മാറാത്ത വിധം നീ പാപിയാണെങ്കിലും നീ അനുദപിക്കാൻ റെഡിയാണെങ്കിൽ നിന്നെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പേരാണ് യേശുക്രിസ്തു. അതിനപ്പുറത്തേക്ക് ഒരു വേൾഡ് വ്യൂ ഇതുവരെ വളർന്നിട്ടില്ല. അതിനുമപ്പുറത്തേക്ക് ഒരുവനും രക്ഷ നൽകുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് രക്ഷകനെ കുറിച്ചുള്ള നിന്റെ സങ്കല്പം യഥാർത്ഥമാകണമെങ്കിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തു. ഇതാണ് പ്രിയപ്പെട്ടവർ, ഇത് മാത്രമുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഈ വലിയ ബുദ്ധിരാക്ഷസന്മാര് അവർ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഈ ഒരു യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം പോലെ ഇത്രമാത്രം സിമ്പിളായ ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ മാമോദിസ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിത്യജീവനിലോട്ടുള്ള പ്രവേശനം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. വിതൗട്ട് ലുക്കിംഗ് ഓൺ യുവർ മെറിറ്റ്സ്, ഇറ്റ്സ് എ ഫ്രീ, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനമായി നിനക്ക് ലഭിച്ച രക്ഷ, വിശ്വാസം ദാനമായി നിനക്ക് നൽകി. നിന്റെ ഈ പ്രായത്തിൽ നിന്റെ മെറിറ്റ്സ് നോക്കിയായിരുന്നെങ്കിൽ നിനക്ക് രക്ഷ ലഭിക്കുവാനായിട്ട് സാധിക്കുമോ? സഭ ഇന്നും കണക്ക് കൂട്ടുന്ന
ചൈൽഡ് ബാപ്റ്റിസം, ശിശു മാമോദിസയുടെ അടിസ്ഥാനം ഇത് തന്നെയാ. ദൈവം ദാനമായി കൊടുക്കുന്നതാണെങ്കിൽ അവൻ വളരുന്നത് വരെ എന്തിനു വേണ്ടി നീ കാത്തു നിൽക്കണം? ദൈവത്തിന്റെ ദാനമല്ലേ രക്ഷ? ദൈവത്തിന്റെ ദാനമല്ലേ വിശ്വാസം? ദൈവത്തിന്റെ ദാനമല്ലേ ഈ ഒരു വ്യക്തിയെയും കൂടെ നിത്യജീവനിലോട്ട് പ്രവേശിപ്പിക്കുക എന്നുള്ളത്? ഒരുവനെയും ഉപേക്ഷിക്കാതെ എല്ലാവരെയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹിതമാണ് ഇത് എന്ന് ഈ ലോകം തിരിച്ചറിയണം. അതിനുവേണ്ടി ജീവിച്ച് നിലകൊണ്ടവരാണ് ഈ ക്രിസ്തു വിശ്വാസികൾ. പ്രത്യേകിച്ച് ഇന്നേ ദിവസം 12 ശ്ലീഹന്മാരെ നമ്മൾ ഓർമ്മിക്കുമ്പോഴും അവരുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: യേശു ക്രിസ്തുവാകുന്ന ആ ഏക രക്ഷാമാർഗത്തിനു വേണ്ടി ജീവൻ കൊടുത്ത 12 അപ്പസ്തോലന്മാർ, യൂദാസിന് പകരം വന്ന മത്തത്തിയാസും, അതും ആ വ്യക്തിയും യേശുവിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവികമായി ലഭിച്ച വെളിപാടാണ് ഇത് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. ദൈവികമായി ലഭിച്ച വെളിപാടിലും നമ്മൾ ഒന്നുകൂടെ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് പോകുമ്പോൾ, റിവീൽഡ് റിലീജിയൻ എന്ന് പറയുന്ന 3 റിലീജിയൻസ് ഇന്ന് ലോകത്തിലുണ്ട്. നമുക്കറിയാം, ഒന്ന് ജൂയിഷ് റിലീജിയൻ, ജൂഡൈസം, രണ്ടാമത് ക്രിസ്ത്യാനിറ്റി, 3 ഇസ്ലാം. ഈ 3 പേരും അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ 3 പേരും അടിസ്ഥാനമാക്കിയിട്ടുള്ളത് റിവീൽഡ് റിലീജിയനാണ്. അതായത് വെളിപാടിലാണ്, ദൈവത്തിന്റെ വെളിപാടിലാണ്. എന്നാൽ ഈ 3ലും എന്താണ് ഒരു വ്യത്യാസം വരിക? അല്ലെങ്കിൽ 3ഉം എന്നാൽ ശരിയാകണ്ടേ? അതിൽ 3നെയും എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്? Then you study history. If you study history, you will find what is the historical truth. Then you go ahead with the other faith aspects. ഹിസ്റ്റോറിക്കൽ റീസൺ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ജൂഡൈസം believes that Christ was crucified and died, but he is not risen. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, പക്ഷേ ഉത്ഥാനം ചെയ്തിട്ടില്ല. ഇനി ഈശോയുടെ കാലത്തിനും 600 വർഷങ്ങൾക്ക് ശേഷം വന്ന വേറൊരു റിലീജിയൻ അതെന്താണ് പഠിപ്പിക്കുക? യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ബാക്കി അതിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നുമില്ല. എന്നാൽ ചരിത്രപരമായ സത്യം അതാണ് ഞാൻ പറയുന്നത്. 10 എവിഡൻസസ് ഫ്രം അതർ ലിറ്ററേച്ചർ, ഫ്രം ദ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ, ബാക്കി ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ നമുക്ക് കാണിക്കാവുന്നതും തെളിയിക്കാവുന്നതുമായ കാര്യം എന്താണ്? അത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, 3-ാം ദിവസം ഉത്ഥിതനായി. അതുകൊണ്ട് ചരിത്രപരമായി which worldview is corresponding to the truth of historicity? ചരിത്രപരമായി 3ലും ഏതാണ് സത്യമായിട്ട് നിങ്ങളുടെ വിശ്വാസത്തെ വിളിച്ചെടുക്കുന്നത്? അല്ലെങ്കിൽ വിശ്വാസപരമായി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളോ ആകുലതകളോ എല്ലാം ശരിയാണെന്നും പറഞ്ഞ് ആരെങ്കിലും പറയുന്നത് കേട്ട് അതിന്റെ പുറകെ ഒരു ശ്ലോകനം ഏറ്റുപാടിക്കൊണ്ട് നടക്കേണ്ടവനല്ല ക്രിസ്ത്യാനി. അവൻ അവന്റെ വിശ്വാസത്തെ അടിസ്ഥാനപരമായി തിരിച്ചറിയണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 17-ാം അധ്യായത്തിൽ 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും. ഇപ്രകാരമാണത് പറയുക: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നയിക്കുന്നത് ദൈവം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെ നൽകുന്ന പരിശുദ്ധാത്മാവ് വഴിയാണ്. അതാണ് ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ പ്രത്യേകത. അവിടെ നയിക്കുവാനായ ഒരു ആത്മാവുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വെളിപാടിന്റെ കാര്യത്തിലോട്ട് കിടക്കുമ്പോഴും വിശ്വാസപരമായ കാര്യത്തിലോട്ട് നമ്മൾ ആദ്യം ഈ ഹിസ്റ്റോറിക്കലി ഇതൊന്ന് ശരിയാണെന്ന് നമ്മൾ തന്നെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അതിൽ തുടർന്നുള്ള വാക്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇന്നും നമ്മൾ കത്തോലിക്കനായി ജീവിച്ചിട്ടും കത്തോലിക്ക സഭയുടെ മഹത്വം അറിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ ഇപ്പോഴും അടഞ്ഞായിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ നന്മകളെ കാണാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, ഈ ഒരു ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ എന്താണ് പ്രത്യേകത എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, ഞാനും തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിലെ ഒരു അംഗമാണ്, യേശു ക്രിസ്തുവിന്റെ ആ ഒരു തിരുരക്തത്താൽ
ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്, അതുകൊണ്ട് മറ്റൊന്നിനും എനിക്ക് നൽകാൻ കഴിയാത്ത അപരിമേയമായ ഈ സ്വർഗീയ ആനന്ദം നൽകുവാനായിട്ട് സാധിക്കുന്നത് യേശു ക്രിസ്തുവിൽ മാത്രമാണ് എന്നുള്ള ബോധ്യത്തിലോട്ട് സഹോദരി നീ ഇതുവരെ കടന്നു വന്നില്ലെങ്കിൽ ഓർക്കുക, നിന്റെ ആന്തരിക നേത്രം ഇപ്പോഴും അന്ധകാരത്തിലാണ്. അതുകൊണ്ട് ആന്തരിക നേത്രങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നു കിട്ടുവാനായിട്ട് നമുക്ക് ലഭിക്കും. കൊരിന്ത്യർ 2 ലേഖനം 5 അധ്യായം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നമ്മൾ വി ആർ വാക്കിംഗ് നോട്ട് ഓൺ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല നമ്മൾ നടക്കുന്നത് എന്നുള്ളതും പൗലോസ് ശ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ഒരു മാർഗത്തിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇതിനെ ക്രിസ്തു മാർഗം എന്ന് വിളിക്കുന്നത്, മലയാളത്തിൽ മാർഗം കൂടിയവൻ എന്ന് വിളിക്കുന്നത്. വീണ്ടും തോമാസ് ലീഹായുടെ ആ ഒരു വാക്കുകേട്ട് ചേർന്നവര് ആ തോമാ മാർഗം കൂടിയവൻ എന്ന് വിളിക്കുന്നതിനും ഒക്കെ കാരണം ഇതാണ്. ഈ ലോക ചരിത്രത്തിലേക്കും കാണിച്ചു തരാൻ പറ്റുന്ന ഏറ്റവും നല്ലതും വ്യക്തവും ഋജുവുമായ ഒരേ ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു കാണിച്ചു തന്ന രക്ഷയുടെ മാർഗമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആര് മനസ്സിലാക്കും? അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ഓർത്തെടുക്കണം. എനിക്ക് കിട്ടിയ ഒരു പ്രിവിലേജിനെ ഞാൻ മനസ്സിലാക്കണം. ഇത് ചുമ്മാ ഞാൻ കാണുന്ന എല്ലാ കാര്യങ്ങളെയും ഒന്നുപോലെ ഞാൻ ചേർത്ത് വെക്കാതെ. അതുകൊണ്ട് നമ്മൾ കാണുന്ന അടിസ്ഥാനപരമായ വിശ്വാസം രക്ഷയിലുള്ള വിശ്വാസമാണ് നമ്മൾ കണ്ടു. ബാക്കി സാദൃശ്യങ്ങൾ പലതരത്തിലും കാണാം. മൊറാലിറ്റി, ഇഫ് യു ടേക്ക് ഓൾ ദി വേൾഡ് വ്യൂസ് യു വിൽ ഫൈൻഡ് ഓൾമോസ്റ്റ് സിമിലാരിറ്റീസ് ഇൻ ദ മൊറാലിറ്റി. മോറൽ ലൈഫിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പലരും പല രീതിയിലും സെയിം ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ സോഷ്യോളജിക്കൽ വ്യൂസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയായിട്ട് എങ്ങനെ ജീവിക്കണം, ഇതിലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റേറിയൻ ആയിട്ട് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിലും സാമ്യതകൾ പലതുമുണ്ട്. പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു സ്ലോഗനും കൂടെയുണ്ട്, അത് നമ്മൾ ഇന്ന് പൊളിച്ച് നമ്മൾ മാറ്റണം. നമ്മുടെ വിശ്വാസത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അതായത് all the religion are same fundamentally but superficially they are different. എന്നെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് എല്ലാ വേൾഡ് വ്യൂസും ഒരേ കാര്യമല്ലേ പറയുന്നത് അടിസ്ഥാനപരമായി, എന്നാൽ പുറത്തൊക്കെ അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ വ്യത്യാസമുണ്ടാകാം. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള സ്ലോഗൻസ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, all the world views are fundamentally exclusive or different but superficially they are same. On the morality level they are same, but are all world views confessing the same truth that Jesus as the Savior? യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് നിന്നോട് വേറെ ഏതെങ്കിലും വേൾഡ് വ്യൂ പറയുന്നുണ്ടെങ്കിൽ നിനക്കതിൽ വിശ്വസിക്കാം. അപ്പോൾ അവിടെ വ്യത്യാസമില്ലേ? മറ്റു ഏത് വേൾഡ് വ്യൂസ് എടുത്തു നോക്കി. എന്തുകൊണ്ടാണ് ഹിന്ദുയിസത്തിൽ നിന്ന് ബുദ്ധിസം ഒറിജിൻ ചെയ്യാനുള്ള കാരണം? എല്ലാം സെയിം ആണെങ്കിൽ വേറൊരു വേൾഡ് വ്യൂമായിട്ട് ഗൗതമ ബുദ്ധ പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പോയത്? അവിടുത്തെ ഉച്ചനീചിത്വങ്ങൾ അദ്ദേഹത്തിന് ഒട്ടും അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതായത് കാസ്റ്റ് സിസ്റ്റം. വീണ്ടും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കാരണം ആ ആഗ്രഹമാണ് സങ്കടങ്ങളുടെ കാരണം എന്നൊക്കെയുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസിലാണ് പോകുക. സോ എവറി വേൾഡ് വ്യൂ ഈസ് എക്സ്ക്ലൂസീവ്, നോട്ട് ഇൻക്ലൂസീവ്. ആ ഒരു കാര്യം കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇന്ന് എല്ലാവരും നിങ്ങൾ എവിടെ വെച്ച് നോക്കിയാലും എന്ത് നോക്കി, ഞാനിത് പറയുന്നത് മാമോദീസ സ്വീകരിച്ചൊരു വിശ്വാസ സമൂഹത്തോടാണ്, അല്ലാതെ എല്ലാവരോടും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലല്ല. അവിടെ ആയതുകൊണ്ടാണ് വളരെ എക്സ്ക്ലൂസീവായിട്ട് ഇതിനെ പഠിക്കണമെന്ന് പറയും. സോ അതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് എല്ലാ വേൾഡ് വ്യൂയും പറയുന്നുണ്ട്. ബട്ട് ഫണ്ടമെന്റലി ഹൗ ഇറ്റ് ഈസ് സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്സ് സാൽവേഷൻ, വേ ഓഫ് സാൽവേഷൻ ഈസ് ദർ ഡിഫറൻസ്. ആൻഡ് ഇൻ ദാറ്റ് ഡിഫറൻസ് വി ആർ ഫൈൻഡിങ് വൺ വേൾഡ് വ്യൂ ദാറ്റ് ഗിവ്സ് വിതൗട്ട് അവർ മെറിറ്റോറിയൽ എഫേർട്ട്, ദാറ്റ് ഈസ് ദ വേ ഓഫ് ക്രിസ്ത്യാനിറ്റി. അതാണ് ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുതന്നെയാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് ശ്ലീഹ നമ്മളോട് പറയും, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇതാണ് മറ്റുള്ളതെല്ലാം നിങ്ങളെ വ്യത്യാസപ്പെടുത്തുന്ന. നിങ്ങൾക്ക് രക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ മെറിറ്റ് കൂടെ അല്ല,
നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതല്ല യേശുക്രിസ്തുവിലൂടെയുള്ള നിങ്ങളുടെ രക്ഷ. അങ്ങനെയാണെങ്കിൽ പല ജന്മങ്ങൾ നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഒരു ജന്മം കൊണ്ട് ഒരുപക്ഷെ അവന്റെ പാപത്തിന്റെ പരിഹാരം അനുഷ്ഠിക്കുവാൻ സാധിക്കുക ഇല്ല എന്നുള്ള അടിസ്ഥാനപരമായ ഒരു മാനുഷിക ബോധ്യത്തിൽ നിന്നും ഉടലെടുത്തതാണ് പുനർജന്മങ്ങളെ കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ. എന്നാൽ മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ എന്നും അതിനും അപ്പുറത്തേക്ക് അവൻ സ്വർഗീയ ജീവിതത്തിലോട്ട് പ്രവേശിക്കേണ്ടതാണെന്നും അതിന് അവൻ യേശുക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷയ്ക്കനുസരിച്ചും ആ വചനത്തിനനുസരിച്ചും ദൈവത്തോടും സഹോദരങ്ങളോടും അവൻ എപ്രകാരം അവന്റെ മാനസാന്തരപ്പെട്ട ജീവിതത്തിലൂടെ ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവന്റെ രക്ഷ എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ മാർഗം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാമോദീസായിലൂടെ തന്നെ രക്ഷ നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ളതാണ്. അതിനനുസരിച്ചുള്ള ജീവിതം ജീവിക്കുവാൻ കടപ്പെട്ടവനാണ് നമ്മൾ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതിലുള്ളത് എന്നാണ് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് 12 ശ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, ഇത്രമാത്രം ഇതിന് വിലയില്ലായിരുന്നുവെങ്കിൽ, ഇത്രമാത്രം ഈ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മാർഗത്തിന് പ്രാധാന്യമില്ലായിരുന്നുവെങ്കിൽ ഈ 12 ശ്ലീഹന്മാർ പ്രകാരം മരിക്കേണ്ടതുണ്ടായിരുന്നു. പത്രോസ് കുരിശിൽ തലകീഴായി വധിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ആൻഡ്രൂസ് ആകൃതിയിലുള്ള കുരിശിൽ അദ്ദേഹവും അപ്രകാരമാണ് വധിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. വീണ്ടും ബർത്തലോമിയ നഥാനിയിൽ എന്ന് പറയുന്ന അദ്ദേഹം തൊലി ഉരിഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തെ കൊന്നു എന്നാണ് നമ്മൾ പറയുക. വീണ്ടും ജീവിച്ചു മരിച്ച അപ്പസ്തോലനായ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തെ he lived half burned എന്നാ പറയുക. അതായത് പകുതി വെന്ത ജീവിതം. വലിയ ചട്ടിയിൽ എണ്ണയൊഴിച്ച് തിളപ്പിച്ച എണ്ണയിലോട്ട് അദ്ദേഹത്തെ നിർത്തി അദ്ദേഹം അതിനെ മരിച്ചു എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹം വീണ്ടും വെന്ത ശരീരവുമായി ജീവിച്ചു എന്നാണ് പറയുക. ഇതുപോലെ തന്നെ ഓരോ വ്യക്തിയെ കുറിച്ച്, മത്യാസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ കുരിശിൽ കെട്ടിയിട്ട് കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ് പറയുക. അങ്ങനെ ഈ ഒരു വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകണമെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്നതും എല്ലാ കാലവും നിലനിൽക്കാൻ സാധ്യതയുമുള്ളതുമായ ഏതൊരു വേൾഡ് വ്യൂവിനേക്കാളും അപ്പുറമായിട്ട് ഉദ്ധിതനായ ക്രിസ്തുവിനെ അവർ നേരിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു അപ്പസ്തോലന്മാര് കാണിച്ചെന്ന മാതൃകയ്ക്കും അവരുടെ വിശ്വാസത്തിനും അടിസ്ഥാനം രണ്ടായിരുന്നു. ഒന്ന്, ഉദ്ധിതനുള്ള പരിപൂർണ ഉറപ്പ്. അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ലഭിച്ച ആ ഒരു ഉറപ്പുണ്ട്. 3 പ്രാവശ്യത്തോളം ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ട യേശുക്രിസ്തു കൂടെയുണ്ട് എന്നുള്ളത് അവർ കണ്ടറിഞ്ഞ വിശ്വാസം. നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ വധിക്കുമ്പോൾ സ്തേഫാനോസ് കാണുന്ന ഒരു വലിയൊരു കാഴ്ചയുണ്ട്. സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഈശോ അവിടെ നിൽക്കുന്നു, മനുഷ്യപുത്രൻ നിൽക്കുന്നു, ഉദ്ധിതനായ ഈശോ അവിടെ നിൽക്കുന്നത് കാണുന്നു. സ്വർഗീയ ദർശനം ലഭിച്ച ഈ ഒരു സ്തേഫാനോസ് അവിടെ മരിച്ചു വീഴുകയാണ്. കാരണം അവര് നോക്കിയത് ഈ തന്റെ മേൽ പതിക്കുന്ന കല്ലിന്മേലല്ല, മറിച്ച് ഉദ്ധിതനായ ഈശോ എന്നെ വിളിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട്. ഇത് തന്നെയല്ലേ നമ്മൾ വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോഴും പത്രോസിന്റെയും പൗലോസിന്റെയും സീലാസിന്റെയും ബർണബാസിന്റെയും ഒക്കെ ജീവിതം നമ്മളിങ്ങനെ മറച്ചു പോകുമ്പോൾ അവർ കണ്ടതെന്താണ്? അവരെവിടെയൊക്കെ പോയി അവിടെ ഉദ്ധിതനായ ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. സഹനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഉദ്ധിതനായ ഈശോ തൊട്ടടുത്തുണ്ട് എന്നുള്ള ബോധ്യം. പിന്നെ ഞാൻ കാണുന്നത് സഹനത്തെയാണോ? പിന്നെ ഞാൻ കാണുന്നത് കുരിശിനെയാണോ? പിന്നെ ഞാൻ കാണുന്നത് ഉദ്ധിതനെ മാത്രമാണ്. അപ്പോൾ ഉദ്ധിതൻ എന്നെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക, നീ വചനം പ്രസംഗിച്ചുള്ളൂ, ഞാൻ നിന്റെ കൂടെയുണ്ട്. രണ്ടാമതായിട്ട് അവർക്ക് ലഭിച്ച വലിയ വലിയ കൃപയും അതുപോലെ തന്നെ അനുഭവവും അവരുടെ ആ ഒരു പെന്തക്കോസ്ത അനുഭവം. അവർക്ക് ഉദ്ധിതന്റെ ശക്തി കൂടുതലായിട്ട് അനുഭവപ്പെട്ടതും ഈ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാ നിറഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനുള്ള അവരുടെ വരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, എവിടെ പോയാലും പരിശുദ്ധാത്മാവ് അതിന് മുൻകൂട്ടി സഹനങ്ങളെ പോലും കാണിച്ചു തരുമ്പോൾ, വീണ്ടും സഹനത്തിൽ നിലനിൽക്കുവാനുള്ള കൃപയും കൂടി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒരു 12 അപ്പസ്തോലന്മാർ ഇപ്രകാരം അത്രമാത്രം ഉറച്ച വിശ്വാസത്തോടെ പ്രസംഗിച്ച ഒരു വിശ്വാസ സംഹിതയുടെ പിന്തുടർക്കാരാണ് നമ്മൾ എന്ന കാര്യം നമ്മൾ മറക്കരുത്. So my dear young friends, we always need to think that our worldview, or the worldview which I hold from my baptism onwards, that is very unique, that is very different, that is very exclusive from all other worldviews, because Jesus has risen first of all, and also secondly we have found that in this worldview God does not look upon my merits
Salvation is given free of cost, only and faith is given, and therefore I can attain this salvation not depending upon my merits, not depending upon our good works, not depending upon my good habit or good behavior, but more than that, my surrendering towards Jesus. And Jesus is the Savior, so He gives me salvation free at the time of baptism. Therefore, after the baptism, I also declare Jesus as the only Savior. Therefore, I have to continue thereafter according to the words and deeds and also the teachings of Jesus and following the commandments of Jesus. There is no other way for me if I have come to this straight line or straight way that is called Christianity. രണ്ടാമത്തെ കാര്യം നമ്മൾ അത് കണ്ടത് ഇപ്രകാരമാണ്. വീണ്ടും there are many martyrs from the time of apostles onwards we have in the church who sacrificed their life for this noble cause, for this noble truth, and for this only way, because they experienced the power of risen Lord in their life, and also they were empowered with the power from above, that is the Holy Spirit, and they were filled with the grace and gifts of the Holy Spirit. So wherever they went, they could preach the word of God with all the power and effectively and fruitfully, so that they gained many for Christ even by witnessing or sacrificing their life publicly. So one thing is asked today from our life or testimony: am I ready to witness Jesus in public? യേശുവിന് വേണ്ടി പരസ്യമായ സാക്ഷ്യം കൊടുക്കുവാൻ ഞാൻ തയ്യാറാണോ? ഞാനൊരു പക്ഷേ രഹസ്യമായ രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. In my workplace or in my college or in my study group or wherever, I witness Christ in my words, in my deeds, in my behavior, or in my charity work, in my helping attitude, or in all other way. We know that we are in a way communicating communicating that I witness Christ. ഞാൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് ഞാൻ അത് രഹസ്യമായിട്ട് എന്ന് പറഞ്ഞ് എൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ ഞാൻ അത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പബ്ലിക്കലി കൊടുക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് പറഞ്ഞാൽ, ഞാൻ യേശുവിനെ കുറിച്ച് ലജ്ജിതനാകാതിരിക്കുവാൻ, അതായത് മോസ്റ്റ് ഓഫ് ദ കാത്തലിക് സ്പേസ് one thing means very common, that is because of the shame they do not witness Christ in public. Secondly, out of fear. മെയിനായിട്ട് ഒരു ഷെയിമാണ്, ലജ്ജയാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ വേണോ? ഇതൊക്കെ ചെയ്താൽ ഞാൻ വീണ്ടും നാണം കെടുവല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, യേശുവിൻ്റെ വചനത്തെ തന്നെയാണ്. എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവനെ ഞാനും പിതാവിൻ്റെ മുമ്പിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. എന്തിനു വേണ്ടിയാണ്? അതാണ് സ്വർഗീയ ജീവിതത്തിൻ്റെ ആ ഒരു മുന്നാസ്വാദനം തന്നെ നമുക്കിവിടെ ലഭിക്കുകയാണ്. വീണ്ടും ഏകദൈവമാണ് എങ്കിൽ എനിക്ക് എന്തിനാ പേടിക്കേണ്ട ആവശ്യം? യേശുക്രിസ്തുവാണ് ഏക രക്ഷകനെങ്കിൽ എനിക്ക് എന്തിനാ ഈ സാക്ഷ്യത്തിൻ്റെ ഒരു മടി? എനിക്ക് എന്തിനാ? ഔദ്യോഗിക ജീവിതത്തിൽ നമുക്കതിന് സാധിക്കുമോ? പലരും അവരുടെ ഔദ്യോഗിക ഒഫീഷ്യൽ ടേബിളിൽ പോലും ഒരു ബൈബിളോ ഒരു ക്രൂസിഫിക്സോ അല്ലെങ്കിൽ ഒന്നും വെക്കാനായിട്ട് അവർ ഒരുമ്പെടുന്നില്ല. എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു പ്രൊട്ടസ്റ്റൻ്റ് ഒരു BMC ലോ ഓഫീസറായിരുന്ന ഒരു സേവ്യർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച്. ഇത് പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്. എൻ്റെ മുൻ പാരീഷിൽ BMC ആയിട്ട് വന്ന ഒരു പ്രശ്നത്തിൽ അവിടെ പോയി സംസാരിക്കേണ്ട വന്നപ്പോൾ ഇദ്ദേഹം ക്രിസ്ത്യനാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ബൈബിളുണ്ട്. ഹി വാസ് എക്സ്പ്ലെയിനിങ് മീ that every day I begin my day by reading a passage from the Bible. Then we were saying something in a way, sometimes we go out of hope, or practically we think, then we say, will it happen? Then he said, if God wills, it will happen. Otherwise, something bad will happen. ഓർക്കുക, അവരുടെ വിശ്വാസത്തെ നയിച്ചത് അവരുടെ വചനത്തിലുള്ള ജീവിതം. പബ്ലിക്കലിയാണ് പറയുന്നത്. നമുക്കറിയാം, BMC ഓഫീസിലാകുമ്പോൾ നമുക്കറിയാം എത്ര പേര് അവിടെ കയറി ഇറങ്ങുന്നു. പക്ഷേ he was never ashamed to say that I believe in the word of God, I believe in Jesus. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നീ ഉന്നതനാണ്, നിന്റെ ജീവിതം നിന്നെ ഉയർത്തിയത് കർത്താവാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാവുന്ന കാര്യമാണിത്. യേശുക്രിസ്തുവാണ് എന്നെ വളർത്തിയതെങ്കിൽ നീ ഇത് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. എനിക്ക് പറയാൻ ഞാൻ ഒരിക്കലും ലജ്ജിക്കരുത്. ജോലി കിട്ടാൻ വേണ്ടി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ നിനക്ക് ലജ്ജയില്ലായിരുന്നല്ലോ.
പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് ലജ്ജയില്ലായിരുന്നല്ലോ? മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് ലജ്ജയില്ലായിരുന്നല്ലോ? എവിടെയെങ്കിലും ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ പോലും പോയി ക്യൂ നിന്നുകൊണ്ട് വഴിപാട് തീർക്കുവാൻ നിനക്ക് ലജ്ജയില്ലായിരുന്നല്ലോ? പക്ഷേ നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ കർത്താവ് ഉയർത്തിയപ്പോൾ നിനക്ക് എവിടുന്നായി ലജ്ജ വന്നത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പഴയ നിയമത്തിലെ ജോസഫിനെയും ദാനിയേലിനുമാണ്. ജോസഫ് അവിടെ ഒരു പ്രധാനമന്ത്രിയുടെ പദവിയോളം അവിടുന്ന് ഉയർത്തപ്പെട്ടു. നമുക്കറിയാം, കഥയൊക്കെ അറിയാം. അവിടെ ഒരിക്കലും അവൻ ദൈവത്തെ വിസ്മരിച്ചില്ല, ദൈവത്തെ ഏറ്റുപറഞ്ഞു. സഹനങ്ങൾ വന്നപ്പോഴും എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പകരം അവന് ലഭിച്ച അനുഗ്രഹങ്ങളെ നമുക്കറിയാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തോട് വരിക, അവിടെയും അവനെ മൂന്നാമനായിട്ട്, രാജ്യത്തിന്റെ മൂന്നാമനായിട്ട് ഈ ഒരു ഫെറോ, അവിടുത്തെ രാജാവ് നെബൂഖദ്നേസർ അവിടെ വാഴിക്കുന്നുണ്ട്. അവനും ഒരിക്കൽ പോലും അവന്റെ ദൈവത്തിന്റെ മുമ്പിൽ അവന്റെ വിശ്വാസത്തെ അടിയറവ് വെച്ചിട്ടില്ല. രാജാവിന്റെ മുമ്പിൽ ആരാധിക്കാൻ പോയില്ല, മറ്റുള്ളവരുടെ മൂർത്തിയുടെ മുമ്പിൽ ആരാധിക്കാൻ പോയില്ല, മറിച്ച് അവനൊരു വിശ്വാസം ഉണ്ടായിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ ഒരു വിശ്വാസം വരണമെങ്കിൽ ഒരേ ഒരു അടിസ്ഥാനപരമായ കാര്യമേ ആവശ്യമുള്ളൂ. നമ്മൾ എന്തേരെ പഠിച്ചെന്ന് വിചാരിച്ച കാര്യമില്ല, എത്ര വലിയ ഡിഗ്രി ലഭിച്ചിരുന്ന കാര്യമില്ല, എത്രയോളം ഉന്നതത്തിലാണ് നീ ജോലി ചെയ്യുന്നതനുസരിച്ച് ആവശ്യമില്ല, മറിച്ച് ഒരേ ഒരു കാര്യമേ നിന്നെ ഇതിന് യോഗ്യനാക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഇത് ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമേ നിനക്ക് സാധിക്കുകയുള്ളൂ. ഈ ഒരു ദൈവം ജീവിക്കുന്നവനാണ് എന്ന് നീ അനുഭവിച്ചാൽ മറ്റൊന്നും നിനക്ക് വേണ്ട. മറ്റൊന്നിനെയും നമ്മൾ കളിയാക്കണ്ട, മറ്റൊന്നിനെയും നീ മോശമായിട്ട് പറയാൻ പോകണ്ട. പക്ഷേ എനിക്കുള്ള ഏകദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് നിനക്ക് സാധിക്കില്ലേ? അതിലൂടെ ഒരു ജനത അനുഗ്രഹിക്കപ്പെടാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിനക്കിന്ന് നിന്നുകൂടെ? ഇതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. എന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കുമ്പോൾ അവിടെയാണ് നിനക്ക് ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്രകാരം ഓർക്കണം. ഔദ്യോഗിക ജീവിതത്തിലും എൻ്റെ ബിസിനസ് രംഗത്തും എൻ്റെ മറ്റുള്ള കാര്യങ്ങളിലുമെല്ലാം എനിക്ക് അഭിമാനപൂർവ്വം പറയാനായിട്ട് സാധിക്കണം, എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. എൻ്റെ കർത്താവിലുള്ള വിശ്വാസം വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരിക്കും, എനിക്ക് ഒത്തിരിയേറെ മറ്റുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ക്രിസ്തു വഴി എനിക്ക് നൽകിയെന്നും അതിനനുസരിച്ചുള്ള ജീവിതം എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ കാണുകയും വേണം. രണ്ടും വേണം. യേശുവിനെ പ്രഘോഷിക്കുകയും അതുപോലെ ആ ജീവിതത്തിൽ അതേപോലെ ജീവിക്കുവാൻ. ഇതിനാണ് ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായി ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാനും അവന്റെ വചനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും. ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് നമുക്കറിയാം, ഔദ്യോഗിക ജീവിതത്തിൽ ഒത്തിരിയേറെ ക്രിസ്തുവിനെ അദ്ദേഹം കൂടെ ചേർത്ത് പിടിച്ചതാണ്. എല്ലാ ദിവസവും സുപ്രീം കോടതി കഴിഞ്ഞ് പോകുമ്പോഴും ആ ഡൽഹിയുടെ അവിടെ അടുത്തുള്ള ഒരു ചാപ്പലിൽ പോയി അദ്ദേഹം തന്റെ ഔദ്യോഗിക വേഷം തന്നെ ഇട്ടുകൊണ്ട് പോയി അദ്ദേഹം ആരാധിക്കുവാൻ. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാ: ഈ ഒരു ഔദ്യോഗിക വേഷം കർത്താവാണ് എനിക്ക് നൽകിയതെങ്കിൽ ഇത് ഇട്ടുകൊണ്ടുപോയി കർത്താവിന് മുമ്പിൽ ആരാധിക്കുന്നതിന് എനിക്ക് ഒരു ലജ്ജയുമില്ല എന്ന് തന്റെ ഇടത്തോടുകൂടെ വിശ്വാസം സധൈര്യം പ്രഖ്യാപിക്കുകയും ഒരു ദുഃഖവെള്ളിയാഴ്ച നമുക്കറിയാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു വ്യത്യസ്തമായ സമീപനം ഉണ്ടായപ്പോൾ എന്റെ വിശ്വാസത്തിന് ഈ ദിവസം എനിക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രധാനമന്ത്രിയോട് പോലും പറയുവാനുള്ള തന്റെ ഇടം കാണിച്ചത് എവിടുന്ന? ഈ ജീവിക്കുന്ന ദൈവത്തിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസമല്ലേ? ഈ ഒരു ജീവിക്കുന്ന ദൈവത്തെ അദ്ദേഹം ഈ ആരാധനയിൽ അനുഭവിച്ചതുകൊണ്ടല്ലേ ഈ ഒരു ജീവിക്കുന്ന ദൈവമാണ് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയതെന്നുള്ള ബോധ്യത്തിൽ നിന്നല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം വരുമ്പോൾ വളരെ വികാരഭരിതനാകുന്നതിനും കാരണം ഇത് തന്നെയാ. ഈ ഒരു ദൈവത്തെ നമ്മൾ വേണ്ട വിധം നമ്മളെ ഔദ്യോഗിക ജീവിതം നമ്മൾ ഏറ്റുപറയുന്നില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്ക് അത് ലഭിച്ചത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഇടവകയിൽ ഭൂരിപക്ഷം ആളുകളും ജോലി ചെയ്യുന്നവരാണ്. ബിസിനസ്സുകാരൊക്കെ വളരെ കുറച്ച്. ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥലത്ത് എനിക്ക് ക്രിസ്തുവിനെ പറയാനായിട്ട് സാധിക്കും. ഞാൻ പറയും, വാക്കുകൊണ്ട് നിങ്ങൾക്ക് പ്രസംഗിക്കാനൊന്നും പറ്റില്ല, അതിനുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. ഒരു ക്രൂസിഫിക്സ് കണ്ടിട്ട് ഒരുത്തനോട് നിനക്ക് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാൻ സാധിച്ചെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ വലിയൊരു സുവിശേഷ പ്രസംഗകനായില്ലേ? വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിന്റെ അടുത്ത് വരുമ്പോൾ ഇതെന്താ, ഇത് ദൈവവചനമാണെന്ന് പറയുമ്പോൾ എന്നാൽ എനിക്ക് വേണ്ടി ഒരു വചനം എടുത്തു തരുമോ എന്ന് ചോദിച്ച് ഒരു വചനം ലഭിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ രക്ഷപ്പെട്ടാൽ, അവൻ നിരാശയുടെ പടുകുഴിയിൽ നിന്നും കരകയറിയാൽ, അവന്റെ ജീവിതത്തിൽ അവനൊരു ദൈവത്തെ അറിഞ്ഞ് അതിനെ മഹത്വപ്പെടുത്തുകയില്ലേ? ഇനി അടുത്ത കാലത്ത് ഇവിടെ സംഭവിച്ച ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ യേശു ക്രിസ്തു ജീവിക്കുന്ന ഏകരക്ഷകനാണെന്ന് ഉള്ള ആ ഒരു വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കാം. ഈ ബുധനാഴ്ചയല്ല, ഇതിനു മുമ്പത്തെ ബുധനാഴ്ച, അത് കഴിഞ്ഞ ഞായറാഴ്ച ഈ വിഷയം പറയണമെന്നുള്ള അടിസ്ഥാനപരമായ ഒരു തെളിവ് എനിക്ക് ലഭിച്ചതും ആ സംഭവത്തിൽ നിന്നാണ്.
നമുക്കറിയാം അന്നത്തെ കഴിഞ്ഞ ഞായറാഴ്ച വിഷയമൊന്നും ഇപ്രകാരമുള്ളതല്ല. അതിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ മാറ്റി പറയാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലായിരുന്നു. പക്ഷെ എനിക്കുള്ള ആ ഒരു പ്രേരണ ഇത് തന്നെയായിരുന്നു, യേശുക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള ഒരു സത്യം പറയണമെന്ന്. സംഭവിച്ച കാര്യം ഇതാണ്. അതിന് സാക്ഷി ഞാനും അതുപോലെ തന്നെ ഉമേഷും മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം ഒരു 8 മണിയായി കാണും. നമുക്കറിയാം ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയമാണ്, ആരും അങ്ങനെ പള്ളിയിലോട്ട് വരാറില്ല. പക്ഷെ അന്ന് പണിക്കാരൊക്കെ പോകാൻ കുറച്ച് താമസിച്ചായിരുന്നപ്പോൾ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഒരു 8 മണിയായപ്പോൾ ഒരു വാഗണാർ, ഒരു ഗ്രേ കളർ വാഗണാർ കാറിൽ ഒരു 7-8 പേര് വന്നിട്ടുണ്ട്. വാഗണാർ അത്രയും പേരെ കൊള്ളുള്ളൂ എനിക്കറിയാം, എന്നാലും ഒരു 8 പേരോളം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ബൈക്ക് അവരുടെയിലുണ്ടാവാം. ഇതിൽ വന്ന ആൾക്കാർ, ഇപ്പം ഞാൻ സാധാ ഒരു ലുങ്കിയും ഷർട്ടും ഇട്ടിട്ട് ഞാൻ പുറത്തിരിക്കും, കാരണം ആരും കാണാൻ വരുന്ന സമയമല്ല. അതുകൊണ്ട് ഞാൻ ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. ഈ സമയത്ത് വന്നു, എന്നോട് ചോദിച്ചു പള്ളി തുറക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊറോണയൊക്കെയാണ്, ഇപ്പം പള്ളി തുറക്കും. ഞാൻ വിചാരിച്ചു ഏതോ വഴി കൂടെ പോയ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അവർ പല കാര്യത്തിനും പള്ളിയാണെന്ന് വന്ന് പ്രാർത്ഥിച്ചു പോയേക്കാന്ന് വിചാരിച്ചു വരും. ഞാൻ തുറന്നു കൊടുത്തില്ല, അല്ല തുറക്കുന്നില്ല എന്ന് പറയും. ഇപ്പോൾ അതിനുള്ള സമയമല്ല, അല്ലെങ്കിൽ ഇപ്പം തുറക്കുന്നില്ല, ഇപ്പം പ്രാർത്ഥനയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ ഒരു ചേച്ചി എന്നോട് മുന്നോട്ട് വന്നു, ഫാദർ ഞാൻ ലുങ്കിയാണ്, ഞാൻ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നോട് ഫാദർ ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യനെ കാണിച്ചു. ഇവരെല്ലാം മാസ്ക് വെച്ചിട്ടുണ്ടതുകൊണ്ട് നമുക്ക് ഫേസ് ഒന്നും അത്ര ക്ലിയർ അല്ല. അപ്പോൾ എന്നാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഇവൻ വളരെ പേടിയാണ്. ഞങ്ങളെല്ലാ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി, ഞങ്ങൾ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു, ഞങ്ങളെല്ലാ ഇവിടെ അറിയപ്പെടുന്ന എല്ലാ വിധത്തിലുള്ള കേന്ദ്രങ്ങളിൽ, ദേവാലയങ്ങളിലോ മന്ദിരങ്ങളിലോ ഒന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇത് കത്തോലിക്ക പള്ളിയാണ്, ഇവിടുന്ന് പ്രാർത്ഥിക്കണം, ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ സുഖപ്പെടും എന്നോടാണ് പറയുന്നത്, ലുങ്കിയിലും ഷർട്ടിലും നിൽക്കുന്ന ഒരു അച്ഛനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉമേഷിനോട് പറഞ്ഞു പള്ളി തുറന്നു കൊടുത്തു. അവരോട് പറഞ്ഞു നിങ്ങൾ പോയി പ്രാർത്ഥിച്ചു, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞിട്ട് പോയി ലോഹയൊക്കെ ഇട്ട് ഉറാറയൊക്കെ ഇട്ട് ഹോളി വാട്ടറൊക്കെ എടുത്ത് ഞാൻ വന്നു. അപ്പോൾ ഇവർ എല്ലായിടത്തും ഇവിടെ എല്ലാം വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ കറങ്ങി ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. അപ്പോഴാണ് ഈ ചേച്ചി ഒന്നും കൂടെ പറയുന്നത്, അച്ഛാ ജനുവരിക്ക് മുമ്പ് ഒരു പ്രാവശ്യം, ഒരുപക്ഷെ അന്ന് പള്ളിയിൽ വന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുർബാന കഴിയുന്നത് വരെ എൻ്റെ ആശീർവാദം ലഭിക്കുവാൻ വേണ്ടി, എന്നിൽ നിന്നും ആശീർവാദം ലഭിക്കും, ഈശോയുടെ ആശീർവാദം എന്നിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത ഒരു അമ്മയും മകളും, ആ ഒരു അമ്മയും മകളുമാണിത് എന്ന് എനിക്ക് ഒറ്റ കാഴ്ച തിരിച്ചില്ല, കാരണം അത്രമാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ സഹോദരി പറഞ്ഞതാണ്, അന്നത്തെ ആശീർവാദത്തിന് ശേഷം ഞാൻ പലയിടത്തും പോയി പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ പലയിടത്തും നേർച്ചകൾ കാഴ്ചകൾ സമർപ്പിച്ചിരുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല, എൻ്റെ ജീവിതത്തിന് എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോയിട്ടില്ല. പക്ഷേ അന്നത്തെ ഒരേ ഒരു ബ്ലെസ്സിങ്ങിൽ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഞാൻ എന്തൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നത് അതെല്ലാം മാറിപ്പോയി. പ്രിയപ്പെട്ടവർ, ഇത് ഈ ഒരു പള്ളിയിന് തീർത്ഥാടനേന്ദ്രമാവാൻ പറയുന്ന സാക്ഷ്യമൊന്നുമല്ല. യേശുക്രിസ്തു ഏക രക്ഷകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി ഈ പള്ളിയിലും ദൈവം മറ്റുള്ളവരെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും സാക്ഷ്യം നൽകും എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുക. എന്നിട്ട് ആ സ്ത്രീ എൻ്റെ കാലിൽ വീഴാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്കല്ല നന്ദി നൽകേണ്ടത്, ഈശോയ്ക്കാണ് നന്ദി കൊടുക്കേണ്ടത്. തുടർന്ന് ആ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അനാമള്ളമൊക്കെ തളിച്ച് ആ ഒരു കുട്ടിയെയും യാത്രയാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുവാൻ. ഇവിടെ ആരെയും മാനസാന്തരപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സോ കോൾഡ് കൺവേർഷൻ അതാരും ചെയ്തിട്ടില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, സത്യദൈവമുള്ളിടത്ത്, ജീവിക്കുന്ന ദൈവമുള്ളിടത്ത്, അവന്റെ വലിയൊരു വിശ്വാസ സമൂഹം അവന്റെ പേരിൽ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനാലയത്തിലോട്ട് അനേകം ആളുകളെ ദൈവാത്മാവ് നയിച്ചു കൊണ്ടുവരും. അതിനുള്ള ഒരു അടയാളമായത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ദൈവത്തിന് ഇത് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളിങ്ങനെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ യുവാക്കളോട് പ്രത്യേകമായി ഇങ്ങനെ ഈ 2 ദിവസം എടുത്ത് പറയുന്നത്, യൂത്ത് ആൻഡ് ചിൽഡ്രൻ, യു ഹാവ് ടു എക്സ്പീരിയൻസ് ദ ലിവിങ് ഗോഡ്. നിങ്ങളതിനെ അനുഭവിക്കണം. അൺലെസ് ആൻഡ് അണ്ടിൽ യു എൻകൗണ്ടർ ദ ലിവിങ് ഗോഡ് ജീസസ്, you will not be able to believe in his miracles, in his blessings and all in his almighty power. ഒരിക്കലും നിനക്ക് സാധിക്കുകയില്ല. നിനക്കെല്ലാം ഒരേപോലെ തോന്നും, എല്ലാത്തിനും ഒരുമിച്ച് വെക്കാനായിട്ട് തോന്നും. പക്ഷേ നിനക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ
നീ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലൊന്നുമല്ല, നീ യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നുള്ള നിന്റെ ആ കണ്ടുമുട്ടലിലോട്ട് നീ കടന്നു വരിക എന്നത് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയെന്നല്ല എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഈ ഒരു അനുഭവങ്ങളും സാക്ഷ്യങ്ങളും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ റിട്രീറ്റ് സെൻ്ററിൽ മാത്രമേ നമുക്ക് പരിചയമുണ്ടാവുള്ളൂ, അവരത് കുറച്ചുകൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ട്. പക്ഷെ ഓർക്കുക, ജീവിക്കുന്ന ദൈവമായ യേശുക്രിസ്തു എവിടെയൊക്കെ അവൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ അങ്ങോട്ട് എല്ലാവിധ ആളുകളും നയിക്കപ്പെടും. യേശുവിൻ്റെ ജനനത്തിൽ സംഭവിച്ചത് എന്താ? 3 രാജാക്കന്മാർ എവിടുന്നാ വന്നത്? അവര് പൗരസ്ത്യ രാജ്യത്തു നിന്ന് വന്നെന്നാ പറഞ്ഞ്. അവർ പൗരസ്ത്യ രാജ്യത്തിലെ 3 പേര് രക്ഷകന്റെ ജനനം എങ്ങനെ അറിഞ്ഞു? അവരുടെ ശാസ്ത്രീയപരമായ അറിവ്, അവരുടെ ജ്യോതിഷപരമായ അറിവ്, അവരങ്ങനെ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലൂടെയുള്ള അവരുടെ അറിവ്, അതുവഴി അവർ രക്ഷകനെ കണ്ടെത്തി അവിടെ വന്ന് ആരാധിച്ചു. ഇതുപോലെ തന്നെ എല്ലായിടത്തും നടക്കേണ്ടതാണ് ഈ ഒരു വലിയ സാക്ഷ്യവും ആരാധനയും. അതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ ഏറ്റുപറയാൻ നമ്മൾ മടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതാ. ദൈവം ഇന്നും ജീവിക്കുന്നവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ളവനുമാണെങ്കിൽ എനിക്ക് ആ ഒരു ദൈവത്തോട് ചേർന്നിരുന്നാൽ എനിക്കെല്ലാം ദൈവം കൂടുതലായിട്ട് നൽകിക്കൊള്ളുമെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഈ ഒരു ദൈവാനുഭവത്തിലോട്ട് കടന്നു വരുവാൻ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹങ്ങൾ ഈ 12 അപ്പസ്തോലന്മാരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ലഭിക്കുവാൻ, അവരുടെ ആ ഒരു പ്രഘോഷണത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ ഒരു തിരുവചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ, നമ്മൾ മാമോദീസായിൽ ഏറ്റുപറഞ്ഞ ആ ഒരു നമ്മളൊരു വാഗ്ദാനം, യേശുക്രിസ്തു എൻ്റെ രക്ഷകനാകുന്നു എന്നുള്ള ആ ഒരു വാഗ്ദാനത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് മാമോദീസായിലൂടെ രക്ഷ സ്വീകരിച്ചവരായ നമ്മൾ ആ രക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിനോടൊപ്പം ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിനോടൊപ്പം ക്രിസ്തുവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഇന്നത്തെ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായി, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷിയുടെ ചുടനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോട് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധപിതാമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജ്യോതിഷ മെത്രാപ്പൊലീത്തായെയും മാർ തോമസ് മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗസൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന്റെ സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കുണ്ടാവുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരെ ശുശ്രൂഷിക്കുന്നവരെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുകയും
ഇതിൽ നിന്ന് സകലരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്നേക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയെ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവിന്റെ മാലാഖമാരെ അവിടുത്തെ വാഴ്ത്തുവിൻ. വാഴ്ത്തുന്നു വാനവനിരയുന്നായി ആവനത്രിത്വത്തെ കിന്നര നിരകൾ നീട്ടുന്നു ക്രൂവേന്മാരുടെ സൈന്യങ്ങൾ ആരാധ്യൻ നീ സകലേശ എന്നും വന്ദനയാം ഞങ്ങൾ നിൻബലിയിൽ സതതം ചേർന്നിടാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതകന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മുകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിന്റെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസന്മാരും മെത്രന്മാരും നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും
നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് ഏർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രഭാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും
മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും മിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു.
നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധി പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തെ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔർണ്ണന്യ സമധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം എന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവൻ, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പിള്ളവലി വൃത്തിയാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായ ലോകത്തിന് നാനാഭാഗങ്ങൾ വിശിഷ്ട പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തി സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നൽകുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകം ശാന്തവുമായ ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരത്തിന് അനുസൃതമായി എന്റെ പാപങ്ങൾ പഞ്ചുവിടണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ലോകനുസരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സ്വരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വരത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നിങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും
രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. മദ്ബഹയിൽ ബലിയർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവനുള്ള കുഞ്ഞാടിന് ചുറ്റും നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും അവിടത്തേക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർണീയമായ ഈ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാഖമാർ പോലും ഭയഭക്ത്യാദങ്ങളോടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങൾ. സഹോദരരെ, അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവൻ. എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്നും വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ എന്റെ സ്നേഹനാഥ, അങ്ങ് എപ്പോൾ എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേൻ. My Jesus, I believe that you are present in the most holy sacrament. I love you above all things. I desire to receive you into my soul. Since I cannot receive you sacramentally, come at least spiritually into my heart. I embrace you as if you have already come. Do not permit me to be ever separated from you. Amen. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. മാമോദീസ വഴിയായി ദൈവം
നൽകി നവജീവൻ ദാനവരങ്ങളിലഖിലേശൻ പങ്കാളികളായി തീർത്തല്ലോ. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളാ ജീവിത വീതിയിൽ നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു വിലർപ്പിക്കുവാൻ ഞങ്ങൾ വരുന്നില്ല. നിത്യപുരോഹിതനായ ഈശോ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും അടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ അണിയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിമ അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. സഭയ്ക്ക് വൈദികരെയും സന്യാസിനി സന്യാസികളെയും പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അറിയിപ്പുകൾ. നമ്മളെല്ലാവരും നേരത്തെ അറിഞ്ഞതുപോലെ നമ്മുടെ ഇടവകയിലെ അംഗമായിരുന്ന ഏതാണ്ട് കൂടുതൽ കാലവും ഇവിടെ തന്നെ താമസിച്ചിരുന്ന ഡോക്ടർ KM രാജൻ നാട്ടിൽ അന്തരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞു. വ്യാഴാഴ്ചയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഫ്യൂണറൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 5ൻ്റെ തിരുക്കർമ്മങ്ങൾ തിങ്കളാഴ്ചയാണ് എന്ന കാര്യം ഓർപ്പിക്കുന്നു. മദർ തെരേസ യൂണിറ്റ് ആവശ്യപ്പെട്ട പ്രകാരം മൺഡേ തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ഇടവപ്പള്ളിയിൽ നടത്തുന്ന കുർബാന നിങ്ങൾക്ക് ഓൺലൈൻ ലഭ്യമാകും. കുർബാനയ്ക്ക് ശേഷം ഒപ്പീസ് ഉണ്ടാകും എന്ന കാര്യം ഓർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് ആൻസി ചേച്ചിക്കും കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മക്കൾ 2 പേരും അമേരിക്കയിൽ, അവർക്ക് വരാനായിട്ട് സാധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു നിര്യാണം അതിനെ ഒന്ന് അവർ ഫേസ് ചെയ്യുവാനും ആ ഒരു ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ആബ്സൻസിലുണ്ടായ ഒരു വിടവുണ്ട്, അത് നല്ലവനായ ഈശോ അവരുടെ കുടുംബത്തിൽ നികത്തി കൊടുക്കുവാനും ഈശോ അവരെ ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും വേണ്ടി നമുക്ക് പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് പ്രത്യേകമായി അവരെ ഓർക്കാം. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ ആൻസി ചേച്ചിയൊക്കെ ഒന്ന് ഫോൺ വിളിച്ചൊക്കെ നിങ്ങളും ഒരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുക്കുവാനും പ്രത്യേകമായി പരിശ്രമിക്കുക. പ്രയർ മീറ്റിംഗ് ഇന്ന് രാത്രി 8 മണിക്ക് സെൻറ്റ് ഇഗ്നേഷ്യസ് യൂണിറ്റിൻ്റെ ഗൂഗിൾ മീറ്റിൽ വെച്ച് നടത്തുന്നതാണ്.
അതുപോലെ തന്നെ ഇന്നേ ദിവസത്തെ എക്ലേസിയ ഡൊമസ്റ്റിക്, അതിന് പകരം നമ്മൾ ഈ രാജസാറ് മരിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണമായിട്ടുള്ള ഒരു ട്രൈബ്യൂട്ട് ആണ് ഉണ്ടാവുക എന്ന കാര്യം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്മാർട്ട് പേരൻറ്റിങ് ആർട്ട് റിവ്യൂ കോൺഫറൻസ്, ഇതുവരെ 4 പേരാണ് അതിന് മുന്നോട്ട് വന്നിട്ട് ഉള്ളത്. നമ്മൾ 4 കണ്ടു കഴിഞ്ഞു. ഇനി വേറെ ആരും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഇനി തരുന്നതനുസരിച്ച് മാത്രമേ അത് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം ഓർപ്പിക്കുന്നു. 4 നമുക്ക് കിട്ടിയിട്ടുള്ളത്, 4 നമ്മൾ പബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ ഡയസിഷ്യൻ ലെവലിൽ ഒരു ഫെയ്ത്ത് ഫെസ്റ്റ് നടത്തുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. ദിയോ ഫെസ്ത. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ എല്ലാ ഓൺലൈൻ കാര്യങ്ങൾ, രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആണെങ്കിലും ഫാമിലി ഹാസ് ഗോട്ട് ടാലൻസ്, അതിൽ പങ്കെടുത്തവർക്കും അതിൽ നിങ്ങൾക്ക് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മായുകില്ല. ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മായുകില്ല. പൊന്നുമണി നീ എന്നുള്ളം കയ്യിൽ താരാട്ടു പാടാമീ ദൈവം, നിന്നെ കൈപിടിച്ചു നടത്താമീ ദൈവം. ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മായുകില്ല. എല്ലാരും നിന്നെ വെറുത്താലും മകനെ, ദൈവസ്നേഹം നിന്നോടു കൂടെ. എല്ലാരും നിന്നെ കൈവിട്ടാലും മകനെ, ദൈവകരം കരുതാനായി കൂടെ. മനമുയർത്തൂ നീ തിരുസന്നിധി, മനമുയർത്തൂ നീ തിരുസന്നിധി. ക്ഷമ നൽകിടൂ സന്തോഷമായി, ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മായുകില്ല. ഈ ലോക സുഖമെല്ലാം ക്ഷണികം മകനെ, ഞാൻ നൽകും അചഞ്ചല സ്നേഹം. ഈ ലോകധനമൊന്നും കൂടെ വരില്ല, അവസാന യാത്ര സമയം. സുകൃതങ്ങളാൽ ദിനം പുണ്യമാക്കൂ, സുകൃതങ്ങളാൽ ദിനം പുണ്യമാക്കൂ. സ്വർഗം നേടാം സന്തോഷമായി, ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മായുകില്ല. പൊന്നുമണി നീ എന്നുള്ളം കയ്യിൽ താരാട്ടു പാടാമീ ദൈവം,
പരിശുദ്ധത്താമി ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മായുകില്ല.